ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആലു മസാലയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ തോതിലൊരു ലെയർ ചപ്പാത്തിയും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആലു മസാല നമ്മൾ മസാല ദോശയ്ക്ക് ചെയ്യുന്ന ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ആ മസാല ഉണ്ടല്ലോ, അതേ ടേസ്റ്റാണ് ഇപ്പോൾ ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉരുളൻകിഴങ്ങ് പുഴുങ്ങി നല്ലതുപോലെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റിയ രീതിയിൽ അതും നമുക്ക് ശരിക്കും ഒന്ന് ഉടച്ചെടുക്കാം. കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്കിത് ഉടച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം ഉടച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആലു മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം. കൂടെ നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ബ്രൗൺ ഷെയ്ഡായി കഴിയുമ്പോൾ അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു 3 സവാളയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലുതാക്കി വീതി കൂട്ടി നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ പൊട്ടറ്റോ ഉപ്പ് ചേർക്കാതെയാണ് പുഴുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ മസാലയിലേക്ക് ആവശ്യമുള്ളത്ര ഉപ്പ് നമുക്ക് ഇപ്പോഴേ ചേർത്ത് കൊടുക്കാം. അത് ശരിക്കും ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സവാളയൊക്കെ ശരിക്കും നല്ല സോഫ്റ്റായി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. അതുമാത്രമല്ല സവാള ശരിക്കും നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഒരു 4 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൽ ചേർക്കാനായിട്ട്. പിന്നെ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഒരു 4 സ്പൂൺ അല്ലെങ്കിൽ 1/2 സ്പൂൺ അത്ര നമ്മുടെ എരിവിനനുസരിച്ച്. നമുക്ക് അധികം എരിവ് വേണ്ടല്ലോ ഇങ്ങനത്തെ മസാല തയ്യാറാക്കുമ്പോൾ. അധികം എരിവ് അതിൻ്റെ ആവശ്യമില്ല. പച്ചമുളക് ഇട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 4 സ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ഈ ആലു മസാല തയ്യാറാക്കുമ്പോൾ പുഴുങ്ങിയ പോലെ ഇരിക്കരുത്. ശരിക്കും വെളിച്ചെണ്ണയൊക്കെ നല്ലതുപോലെ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്കത് കൂട്ടി ചപ്പാത്തിയും ദോശയൊക്കെ കഴിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടുള്ളൂ. പുഴുങ്ങിയ പോലെ ആകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. കാരണം നമ്മൾ അധികം എരിവൊന്നും ചേർക്കാത്തൊരു ഇതാണല്ലോ ഈ കറിയാണല്ലോ ഇത്. അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ശരിക്കും മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൂട്ടി കൊടുക്കുക. ഇതിൽ ഗ്രേവിയോടുകൂടി മസാല നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ഇതിൽ തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. ഞാൻ നല്ല തിക്കായ രീതിയിലാണ് ഇപ്പം മസാല തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ശരിക്കും എന്നിട്ട് ഈ മസാലയും അതുപോലെ ഈ പൊട്ടാറ്റോ ഒക്കെ ആയിട്ട് ശരിക്കും ഒന്ന് ഉടച്ചെടുക്കുന്ന രീതിയിൽ, ശരിക്കും മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. പൊട്ടറ്റോയിൽ ശരിക്കും മസാലയൊക്കെ കയറി നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആലു മസാല റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റാണ്. ശരിക്കും നമ്മൾ ദോശയുടെ കൂടെ ഇത് കഴിക്കുമ്പോൾ ശരിക്കും നമ്മൾക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന മസാല ദോശയുടെ അതേ ടേസ്റ്റാണ് ഇതിന്. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെയുള്ള മാവാണ് ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്നത്. കുറച്ച് ഓയിലും അതുപോലെ ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്താണ് ഞാനിപ്പോൾ ഈ ഗോതമ്പ് മാവ് കുഴച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തേണ്ടതിനുള്ളിൽ ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒന്ന് മടക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓയിൽ ഗ്രീസ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഒത്തിരി കനം കുറച്ച് നമുക്ക് പരത്തേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ എത്ര മടക്കായിട്ട് നമ്മൾ പരത്തുന്നു അത്രയും ലെയേഴ്സ് നമുക്ക് ചപ്പാത്തിക്ക് കിട്ടും. അപ്പോൾ ഞാൻ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ചപ്പാത്തി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ മടക്കിയിരിക്കുന്നത് അതുപോലെയാണ്.
നമുക്കിത് റൗണ്ട് ഷേപ്പിലും ചെയ്തെടുക്കാം. അതാകുമ്പോൾ നമ്മൾ ചുരുട്ടിയിട്ട് ഓയിൽ പുരട്ടിയിട്ട് നമ്മൾ ചുരുട്ടിയെടുത്തിട്ട് പരത്താം. അപ്പോൾ നമുക്ക് ഒരു പൊറോട്ടയുടെയൊക്കെ അതേ സ്റ്റൈലിൽ കിട്ടും. പക്ഷെ ഇത് നല്ല ഇങ്ങനെ ലെയറായി കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ചെയ്തത്. ശരിക്കും നല്ല ലെയറായിട്ട് നമുക്ക് നമ്മുടെ ചപ്പാത്തി കിട്ടിയിട്ടുണ്ട്. ഞാൻ വീഡിയോ ഒത്തിരി വൈഡായി പോവാതിരിക്കാൻ വേണ്ടിയാണ് മാവ് കുഴക്കണതൊന്നും കാണിക്കാതിരുന്നത്. ചപ്പാത്തി മാവ് എല്ലാവർക്കും കുഴയ്ക്കാൻ അറിയാവുന്നതാണല്ലോ. നമ്മൾ ഒത്തിരി അടി വെച്ച് ശരിക്കും വേവാനായിട്ട് നിൽക്കരുത്. മുകളിലേക്ക് നേരിയ ബബിൾ വരുമ്പോൾ തന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. ഒന്ന് ചൂടായി കഴിഞ്ഞ് നേരിയ ബബിൾ വരാൻ തുടങ്ങുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് ശരിക്കും ലെയേഴ്സായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി റെഡിയാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്, അതുപോലെ തന്നെ നല്ല ലെയറായിട്ട് കിട്ടിയ ഒരു ബുദ്ധിമുട്ടില്ലാത്ത സാധാരണ ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴയ്ക്കുക. അതിൽ പരത്തണ സമയത്ത് നമുക്ക് കുറച്ച് ഓയിൽ തേച്ച് പരത്തണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, മടക്കി പരത്തണം എന്നുള്ളതേ ഉള്ളൂ. കറക്റ്റായിട്ട് നമുക്ക് നല്ല ലെയറായിട്ടുള്ള ചപ്പാത്തി കിട്ടും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.